അപ്പതാ കിട്ടുവോ ചക്കയൊക്കെ ചുളപ്പറച്ച് കഴിഞ്ഞു. 2 ചക്കയുടെ ചുളയാണ് ഇപ്പൊ. കുരു നോക്കൂ, കുരു 4 ചക്കയുടെ കുരുണ്ട് അധികം. ഇപ്പൊ കുരു നമുക്ക് കഴുകി സൂക്ഷിക്കാം, ഇടയ്ക്ക് കൂട്ടാനെടുക്കാം, ഉപ്പേരി വെക്കാം. പിന്നെ മുരിങ്ങയുടെ ചക്കക്കുരു ഒക്കെ കൂട്ടാൻ വെച്ചാൽ നല്ല സ്വാദാണ്. പിന്നെ ചീരയുടെ ഇലയില് ചക്കക്കുരു ഇങ്ങനെ വലിഞ്ഞിട്ടിട്ട് ഇങ്ങനെ അടുപ്പത്ത് കിടന്നാൽ എന്തൊരു സ്വാദം അറിയോ. ഇങ്ങനെ കുറെ കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ചൂടുവെള്ളത്തിലിടേ വേവിക്കുക. ചൂടുവെള്ളത്തിലല്ല വേവിക്കുക, അല്ല ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അതില് വേവിക്കുക. പിന്നെ ചൂടാറിയിട്ട് മുത്തശ്ശി ഇപ്പൊ ആദ്യമൊക്കെ പിന്നെ ഈ പറഞ്ഞ അരി അടുപ്പത്ത് തന്നെ വലിയ ഉരുളി കുറെ ഒന്നിച്ചൊക്കെ ആകുമ്പോ അടുപ്പത്ത് പോയി. ഇപ്പൊ അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. ഇത് നാളെ ചൂടാറിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് പിന്നെ ശർക്കര ഉരുക്കി വെക്കും. പിന്നെ ശർക്കര ഇതിലിട്ട് റെഡിയാക്കും. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇപ്പൊ മുത്തശ്ശി വരട്ടാറ്.